കൂട്ടുകാരെ, അന്നേരം നമുക്ക് ഇന്നൊരു പ്രകൃതിന്ന് സ്റ്റാർട്ട് ചെയ്താലോ? ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ അച്ചാച്ചൻ്റെ കൃഷിത്തോട്ടമാണേ. ഫസ്റ്റിൽ തന്നെ എൻ്റെ അച്ചാച്ചൻ്റെ കളർഫുള്ളായിട്ടുള്ള ചീരയാണ്. ഇവിടെ നിൽപ്പുണ്ട്, ഇവിടെയൊക്കെ നിൽപ്പുണ്ടേ. ഇതാണ് എൻ്റെ അച്ചാച്ചൻ്റെ പച്ചമുളക്. ഇതേപോലെ ധാരാളം പച്ചമുളകുകൾ ഇവിടെ ലഭ്യമാണ്. അടുത്തത് എൻ്റെ അച്ചാച്ചൻ്റെ കാന്താരി മുളകിൻ്റെ കൃഷിയാണ് കേട്ടോ. അവിടെ ഇവിടെയൊക്കെ പൂക്കളൊക്കെ ജസ്റ്റ് ചെറുതായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതാണ് എൻ്റെ അച്ചാമ്മയുടെ ചെടി കേട്ടോ. നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ് എരിവിനായിട്ട് എന്താ എപ്പോഴും നമ്മൾ പച്ചമുളക്, കാന്താരി മുളക്, കൂട്ടത്തിലൊരു ചക്കപ്പുണനെയും കൊണ്ടുവന്നാലോ? ഇതാണ് എൻ്റെ അച്ചാച്ചൻ്റെ കൃഷി ചെയ്ത നല്ല സ്പെഷ്യൽ എരിവുള്ള ഉണ്ടമുളക് കേട്ടോ. ഇതാണ് ആ ഉണ്ടമുളക്. ഇതേപോലെ ധാരാളം ഉണ്ടമുളക് ഇവിടെ ഉണ്ട്, ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ്ടേ അടുത്തതും ഇതേപോലത്തെ ഒരു ഉണ്ടമുളകാണേ. ഇതും എല്ലാം എൻ്റെ അച്ചാച്ചൻ കൃഷി ചെയ്തതാണ്. പിന്നെ ഇതാണ് എൻ്റെ അച്ചാച്ചൻ്റെ പാവയ്ക്ക കൃഷി. ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. ഇതേപോലത്തെ ധാരാളം ഇവിടെ ഉണ്ടായിരുന്നു. നമ്മളെല്ലാം കൂട്ടാൻ വെക്കാനും കറി വെക്കാനും ഒക്കെ എടുത്തുകൊണ്ട് തന്നെ എല്ലാം തീർന്നു പോയി. ഇപ്പം ഇവ രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഒരു കത്രിക്കേനെ സ്റ്റാർട്ട് ചെയ്താലോ? ഇതാണ്ടേ അതാണ് എൻ്റെ അച്ചാച്ചൻ്റെ കത്രിക. ഇനി നമുക്ക് പയർ കണ്ടാലോ? ഇതാണ് എൻ്റെ അച്ചാച്ചൻ്റെ പയർ കേട്ടോ. താണ്ടേ ഇതൊക്കെയാണ് എൻ്റെ അച്ചാച്ചൻ്റെ പയർ. എല്ലാവരും ലൈക്ക് ചെയ്യുക. ഇന്നത്തെ കാലത്ത് നിരവധി പച്ചക്കറികൾ മാലിന്യം കൊണ്ട് വരുന്നുണ്ട്. അതേ സ്ഥാനത്ത് നമ്മുടെ വീട്ടിൽ തന്നെ, നമ്മുടെ കൈപ്പുണ്യത്തിൽ തന്നെ നമുക്കൊരു കൃഷിത്തോട്ടം ആരംഭിച്ചാൽ അത് എത്ര നല്ലതായിരിക്കും. നമ്മുടെ വീട്ടിൽ തന്നെ ഒരു കൃഷിത്തോട്ടം, അത് നമ്മുടെ ഒരു വേൾഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ എത്രയോ കർഷകന്മാരുണ്ട്. അപ്പൂപ്പന്മാർ തുടങ്ങി ചെറിയ പിള്ളേർ പോലും ഇങ്ങനെ കൃഷികൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിലൊരു കൃഷിയാണ് എൻ്റെ അച്ചാച്ചൻ്റെ ഒരു കൃഷി എന്ന് വെച്ചാൽ. ആളെന്ന് വെച്ചാൽ എപ്പോഴും ബിസിയായിരുന്നു. പക്ഷേ ആൾക്കൊരു എന്തെങ്കിലും കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്